ഗസയിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി, അത്യാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളുമായി പോയ, ഒരുപാടൊന്നുമില്ല, ഒരു ട്രക്ക് നിറയെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അതുമായിട്ട് ഒരു കപ്പലിൽ പോവുകയായിരുന്നു. ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ ഒരു യുവതിയാണ്, ആക്ടിവിസ്റ്റാണ്. 12ഓളം ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ 12ഓളം പേരുണ്ടായിരുന്നു. ഇവരുടെ കപ്പൽ യാച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇവരെല്ലാം തടവുകാരാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് UN എയ്ഡ് സെൻറ്ററിൽ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും കാത്തു നിന്ന ഏകദേശം 14 പേരെ ഇസ്രായേൽ കൊന്നു. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് യുദ്ധവും സൈനികരെയും വ്യാപിപ്പിക്കുന്നതിന് നമ്മളെല്ലാവരും എതിരാണ്. യുദ്ധം വേറെയാണ്, സൈനികർ വേറെയാണ്, സാധാരണ ജനങ്ങൾ വേറെയാണ്, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് വേറെയാണ്. ആൾക്കാർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും എത്തിക്കുക എന്നുള്ളത് ലോകത്തുള്ള എല്ലാ ആൾക്കാരും സഹജീവി സ്നേഹത്തോടൊപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിലോട്ട് ഞാൻ ഒരു ഇസ്രായേലി അനുഭാവിയല്ല, പാലസ്തീനി അനുഭാവിയല്ല. ഞാൻ വളരെ ന്യൂട്രലായിട്ടൊരാളാണ്. പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം എത്തിക്കുക, വെള്ളം എത്തിക്കുക, രോഗിക്ക് മരുന്ന് എത്തിക്കുക, ഇതെല്ലാം മാനുഷിക പരിഗണന അർഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് നിൽക്കുന്നവരെ കൊല്ലുക, അവരെ സാധനങ്ങൾ പിടിച്ചെടുക്കുക, അത് നശിപ്പിക്കുക, അവരെ തടവിലാക്കുക, അവർക്ക് സാധനങ്ങൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഇത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അവരെ പട്ടിണിക്കിട്ട് ഒരു സൈഡിൽ കൂടെ അവരെ ആയുധം ഉപയോഗിച്ച് കൊല്ലുന്നു, വേറൊരു വശത്തൂടെ അവരെ പട്ടാളത്തെ ഉപയോഗിച്ച് കൊല്ലുന്നു, വേറൊരു സൈഡിൽ കൂടെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. അവരുടെ ചില ആൾക്കാർ കാണിച്ച കുറ്റത്തിന് ആ സമൂഹത്തെ ഒന്നുകൂടെ ശിക്ഷിക്കുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? നിങ്ങളത് മനസ്സിലാക്കുക. ഇന്നലെ കണ്ട മറ്റൊരു വീഡിയോ, 5 രൂപയുടെ പാർലെ ബിസ്ക്കറ്റ് 5000 രൂപ കൊടുത്ത് വാങ്ങിച്ച് സ്വന്തം കുഞ്ഞിന് കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ ഗതികേടാണ്. നിങ്ങൾ ഇവരെ കൊല്ലാക്കൊല ചെയ്യാതെ അണുബോംബിട്ട് മൊത്തത്തിൽ അങ്ങ് കൊന്നേരെ, എന്നിട്ട് ആ രാജ്യമൊക്കെ പിടിച്ചെടുത്തേരെ. മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നതിനകത്ത് ഒരു മര്യാദയില്ല. ഈ കുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികൾ, അവരെന്ത് കുറ്റം ചെയ്തേ? പാലിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് അതിൻ്റെ അണ്ണാക്കിലോട്ട് വെടിയുണ്ടായിച്ചു കൊടുക്കുന്നതിനകത്ത് എന്ത് രാജ്യനീതിയാണുള്ളത്?